മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ ടേസ്റ്റിയായ വെറൈറ്റി മിക്സറുമായാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. കപ്പ മിക്സർ. അതിനു വേണ്ട ചേരുവകൾ: തൊലി കളഞ്ഞ് വൃത്തിയാക്കിയ കപ്പ 1 കിലോ, നിലക്കടല 100 ഗ്രാം, പൊട്ടുകടല 50 ഗ്രാം, വെളുത്തുള്ളി അല്ലി തൊലി കളയാതെ എടുത്തത് 10 എണ്ണം, വറ്റൽ മുളക് 4 എണ്ണം, പാചക എണ്ണ ആവശ്യത്തിന്, കറിവേപ്പില 6 ഇതൾ, ഉപ്പ് പാകത്തിന്. എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. കപ്പ സ്ലൈസറിൽ ചെറിയ പീസുകളാക്കി എടുക്കണം. ഇനി നമുക്ക് ഓരോന്നായി വറുത്തെടുക്കണം. അതിനുള്ളൊരു പാത്രം അടുപ്പിൽ വെക്കുക. ചൂടായ ചട്ടിയിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ ഓരോന്നായി വറുത്തു കോരിയെടുക്കണം. ഓരോന്നും വേറെ വേറെയായി വറുത്ത് കോരിയെടുക്കണം. ആവശ്യത്തിന് വറവായാൽ ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റുക. വറ്റൽമുളക് ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കുക. വറ്റൽമുളക് ചെറിയ കഷ്ണങ്ങളാക്കി വറുത്തെടുക്കണം. വെളുത്തുള്ളി അല്ലി തൊലി കളയാതെ ചതച്ചെടുക്കുക. അതും ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റുക. കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പിലയും വറുത്ത് കോരിയെടുക്കണം. എല്ലാം കൂടി ഒരുമിച്ച് വറുത്തെടുക്കരുത്. ഓരോന്നോരോന്നായി വേണം വറുത്തെടുക്കാൻ. സ്ലൈസറിൽ ചെറിയ പീസുകളാക്കി എടുത്ത കപ്പ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. കട്ട കുത്താതെ ഇട്ട് കൊടുക്കണം. ചട്ടുകം കൊണ്ട് ഇളക്കി കൊടുക്കുക. പാകത്തിന് വറവായാൽ ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റുക. നിലക്കടല വറുത്തതും പൊട്ടുകടല വറുത്തതും വെളുത്തുള്ളിയും കറിവേപ്പിലയും വറ്റൽമുളക് വറുത്തതുമെല്ലാം അതിലേക്ക് ചേർത്ത് കൊടുക്കുക. പാകത്തിന് ഉപ്പും ഇട്ട് കൊടുക്കുക. അതെല്ലാം കൈകൊണ്ട് നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഉപ്പ് ചേർക്കുമ്പോൾ കൂടിപ്പോകാതെ നോക്കണം. വളരെ ടേസ്റ്റിയായ കപ്പ മിക്സർ റെഡിയായി. വീട്ടിലേക്ക് അതിഥികളൊക്കെ വരുമ്പോൾ ചായയുടെ കൂടെയൊക്കെ അവർക്ക് കൊടുക്കാൻ പറ്റിയ ഒന്നാം തരം ഒരു മിക്സറാണിത്. അവർക്ക് തികച്ചും പുതിയൊരു അനുഭവമായിരിക്കും ഇതിൻ്റെ രുചി. നിങ്ങളെല്ലാവരും തീർച്ചയായും ഇതുണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ വിലയേറിയ ലൈക്കുകളും കമൻറ്റുകളും സബ്സ്ക്രൈബും ചെയ്യാൻ ആരും മറക്കരുത്. മറ്റൊരു സൂപ്പർ വീഡിയോയുമായി കണ്ടുമുട്ടുന്നതുവരെ ബൈ.